കോഴിക്കോട് കേസരി ഭവനിലെ നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സർഗ സംവാദം പുരോഗമിക്കുകയാണ്. സിനിമാ താരം അഖില ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ പ്രസന്നകുമാർ പ്രഭാഷണം നടത്തുകയാണ്. തത്സമയ ദൃശ്യം. കേരളത്തിലെ ഈ ദ്രാവിഡമെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ ഈ തെക്കൻ ഇന്ത്യയുടെ തനതായ രൂപസംവിധാനത്തിൽ വന്ന ഒരു കലാരൂപമാണ് വടക്കേ മലബാറുള്ള തെയ്യങ്ങൾ പോലൊക്കെ. അപ്പൊ അതുപോലുള്ള ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പഴയതും പ്രാകൃതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏതർത്ഥത്തിൽ പ്രകൃതിയോട് ചേർന്നത് എന്ന അർത്ഥത്തിൽ പ്രാകൃതം എന്ന് വിശേഷിപ്പിക്കാവുന്നതുമായ ഒരു ആചാര പദ്ധതിയാണ്. സംസ്കൃതവുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. പക്ഷെ അവിടെ ദേവതാ സ്വരൂപത്തെ ആവഹിച്ച് വരുത്തുന്ന സമയത്ത് അഥവാ കോലം എഴുതി പച്ചപ്പാളയിലെ പച്ചയൊക്കെ ചെത്തിക്കളഞ്ഞവിടെ നിറം കൊടുത്ത് കോലങ്ങൾ ഉണ്ടാക്കി അത് മുഖത്ത് വെച്ച് കെട്ടി തുള്ളാൻ വരുമ്പോൾ പാട്ടുകാരൻ പാടുന്നത് കൈലാസ മാമലമേലെ എന്നാണ്. അപ്പോൾ അന്നു മുതൽ ഈ ആദിദ്രാവിഡനായിരിക്കുന്ന ഈ ഗോത്രവാസി അവന്റെ മുഖത്ത് വെച്ച് കെട്ടുന്ന കോലത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങ് വടക്ക് ദൂര പ്രദേശത്ത് കിടക്കുന്ന കൈലാസ പർവ്വതത്തെയും ഹിമാലയ പർവ്വതത്തെയും ഓർക്കണമെങ്കിൽ എത്ര അഗാധമായ രീതിയിലാണ് ഈ ഭാരതത്തെ ആധ്യാത്മികമായി ഇണക്കി വെച്ചിരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഭാരതം ശക്തിപീഠമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആധ്യാത്മികമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒന്ന്. ഇനി മറ്റൊരു സംഗതി, ഇതേപോലെ തന്നെ